ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ലേൺ എക്കണോമി മലയാളത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടോബിൻ സ്ക്യൂ റേഷ്യോ. അപ്പോൾ ഇത് HSST ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ യുവർ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. മാത്രമല്ല ടോബിൻ സ്ക്യൂ റേഷ്യോ UGC നെറ്റ് എക്സാം ആയിട്ട് ബേസ് ചെയ്തിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് സംതിങ് about Tobin skew ratio here. അപ്പോൾ ഈ Tobin skew ratio രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് വേരിയബിൾസ് നമ്മൾ ഇവിടെ എടുക്കണം ആൻഡ് we will see what all are these two variables. ഈ രണ്ട് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ. അപ്പം നമുക്കറിയാം ഏതൊരു ഫേമിന് എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ആൾക്കാർ എങ്ങനെയാണ് ആ ഫേമിനെ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളത്. ഈ കമ്പനി ഭയങ്കര ഒരു ഫേം ആണല്ലോ, അല്ലെങ്കിൽ ആ ഫേം പ്രോഫിറ്റിലല്ല ലോസിലാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ് ഓൾ അബൌട്ട് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം. അഗൈൻ ജസ്റ്റ് നമ്മൾ പെർസീവ് ചെയ്യുന്ന സെൻസിലാണ് പറഞ്ഞത്. ആക്ച്വലി ഇതിനൊക്കെ ഒരു ന്യൂമെറിക്കൽ കോമ്പണന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് how do we perceive about the value of the firm. അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ പറയും ചില ഫേംസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് മേക്കിംഗ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. ചില ഫേംസ് ഇറ്റ്സ് മേക്കിംഗ് എ ലോട്ട് ഓഫ് ലോസ് എന്നും പറയാറുണ്ട്. ഈ രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുമ്പോൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ഇറ്റ്സ് അസറ്റ്. അപ്പൊ ഇതേ ഫേമിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്തിട്ട് വേണം അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് പോവാനായിട്ട്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു കമ്പനി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഈ ഫേം ചിലപ്പോൾ ഒരുപാട് മിഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഈ മിഷൻസ്, അതിലേതെങ്കിലും ഒരു മിഷന്റെ കേസ് എടുക്കുമ്പോൾ ഈ മിഷൻ വാങ്ങി കുറച്ച് നാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ മിഷൻ്റെ ഓരോ പാർട്സ് കംപ്ലൈൻ്റ് ആയി തുടങ്ങും. കുറേ കഴിയുമ്പോഴേക്കും മിഷൻ നേരെ വർക്ക് ചെയ്യാതിരിക്കും. ചിലപ്പോൾ മോട്ടോർ കംപ്ലൈൻ്റ് ആയി പോവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്ക്രൂ ഒക്കെ ലൂസായി പോവും. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പാർട്സ് മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ മിഷനെ തന്നെ കംപ്ലീറ്റ് മാറ്റി വെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത് കാരണം ഈ കമ്പനി ഓണറിന് ഒരു എക്സ്ട്രാ കോസ്റ്റ് അവിടെ ഇൻകർ ആവുന്നുണ്ട്. സോ വി കോൾ ഇറ്റ് എസ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുത്തു, ഈ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ എടുത്തു. അതേപോലെ ഈ ഫേമിന്റെ അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ ചിലവാകുന്ന കോസ്റ്റും നമ്മൾ എടുക്കണം. ഈ രണ്ട് വേരിയബിൾസ് ആണ് നമുക്ക് ഈ ടോബിൻ സ്ക്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഒന്ന് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ, രണ്ടാമത്തേത് ഈ കമ്പനിയുടെ അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ചിലവാകുന്ന എക്സ്പെൻസ്. ഈ രണ്ട് കാര്യം. അപ്പോൾ ഈ ഒരു ഐഡിയ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിക്കോളസ് കാൽഡർ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആയിരുന്നു. ബട്ട് ദിസ് ഐഡിയ ഗോട്ട് പോപ്പുലറൈസ്ഡ് ബൈ എ ഫേമസ് നോബൽ ലോറേറ്റ് ജെയിംസ് ടോബിൻ ആണ് ഈ ഒരു ഐഡിയ പോപ്പുലറൈസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്തെന്ന് വിളിക്കുന്നത്, ടോബിൻസ് സ്ക്യൂ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോബിൻ സ്ക്യൂ റേഷ്യോ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫേമിന്റെ വാല്യൂ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഫേം ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ടോബിൻ സ്ക്യൂ റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് വേരിയബിൾസ് ആണ് വേണ്ടത്. ഏതൊക്കെയാണ് വേണ്ടത്? ഒന്ന് മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം അല്ലെ, മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം, ഒരു ഫേം അല്ലെങ്കിൽ കമ്പനി വാട്ട് എവർ. ഇനി അടുത്തത് വേണ്ടത് എന്താണ്? റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ദാറ്റ് ഫേംസ് അസറ്റ്സ്. അപ്പോൾ അടുത്തത് വേണ്ടത് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് the firms or companies asset. ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് എന്ത്, നമ്മുടെ ടോബിൻ സ്ക്യൂ. So Tobin skew is a ratio between market value of a firm or a company and replacement cost of assets of that firm.
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം എ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ഏത് ഫേം ആണ് നോക്കുന്നത്? ഫേം എ തന്നെയാണ്. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ബി ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ വി ഹാവ് ടു കൺസിഡർ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് എന്ത്? ഫേം ബിയുടെ അസറ്റിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ സി ആണെങ്കിൽ ഇവിടെയും സി വരും, ഇവിടെ ഡി ആണെങ്കിൽ ഇവിടെയും ഡി വരും. ഏത് ഫേം ആണോ നമ്മൾ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അതേ ഫേമിന്റെ അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ ചിലവാകുന്ന കോസ്റ്റ് ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എടുക്കുന്നത്. സോ ഇത് മറക്കരുത്. ഇവിടെ ഫേം ഡി ആണെങ്കിൽ ഇവിടെയും ഫേം ഡി തന്നെ വരും. ന്യൂമറേറ്ററിൽ ഫേം ഡി ആണെങ്കിൽ ഡിനോമിനേറ്ററിലും ഫേം ഡിയുടെ കേസ് തന്നെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോബിൻ സ്ക്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ഇതിനെങ്ങനെയാണ് ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ടോബിൻ സ്ക്യൂയുടെ വാല്യൂ, അതായത് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഫോർ ഫേമും ആ ഫേമിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് അസറ്റ്സ് നോക്കുമ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും, വിച്ച് വുഡ് ബി അവർ ടോബിൻ സ്ക്യൂ വാല്യൂ അല്ലെങ്കിൽ ക്യൂ വാല്യൂ സിംപ്ലി. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ചില സമയത്ത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ടോബിൻ സ്ക്യൂ വാല്യൂ വുഡ് ബി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ 1നെ നമ്മൾ ഒരു മോർ ഓർ ഹൈ വാല്യൂ എന്നാണ് വിളിക്കുന്നത്. ഹൈ ക്യൂ വാല്യൂ എന്നാണ് വിളിക്കുന്നത്. ഈ ഹൈ ക്യൂ വാല്യൂ കാണിക്കുന്ന എന്താണ്? ഓവർ വാല്യുവേഷൻ ഓഫ് ഫേം ആണ്. ഓവർ വാല്യുവേഷൻ ഓഫ് ഫേം, അതായത് ആ ഫേമിന്റെ അസറ്റ് ഓവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം ആക്കുന്നത്. സോ ഈ ഗ്രേറ്റർ ടോബിൻ സ്ക്യൂ വാല്യൂ കാണിക്കുന്നത് കമ്പനിയുടെ ഏർണിങ്സ് കൂടുതലാണ്. കമ്പനിക്ക് എന്താണ് ഉണ്ടാകുന്നത്? കമ്പനി ഈസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ്. കമ്പനി ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. സോ കമ്പയർഡ് ടു അതിന്റെ അസറ്റിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു തുച്ഛമായ അംശം മാത്രം എടുത്തിട്ടാണ് എന്ത് കമ്പനി ചെയ്യുന്നത്? കമ്പനിയുടെ അസറ്റ് റീപ്ലേസ് ചെയ്യുന്നത്. സോ അത് കാരണം കമ്പനിക്ക് ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ദിസ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ചിലവാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ മിനിമം ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ കമ്പനി വിൽ ബി ഗോയിങ് ഫോർ ന്യൂ ആൻഡ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ്. കമ്പനി വിൽ ബി ഗോയിങ് ഫോർ എക്സ്പാൻഷനറി ആക്ടിവിറ്റീസ്. ഒരുപാട് എക്സ്പാൻഷനിലേക്ക് കമ്പനി പോകുന്നു. പുതിയ പുതിയ ടെക്നോളജി വാങ്ങിച്ചു വെക്കുന്നു, പുതിയ പുതിയ അസറ്റ്സ് വാങ്ങി വെക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ കമ്പനി നോക്കുമ്പോൾ എന്താ? കമ്പനിയുടെ പ്രോഫിറ്റ് നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ഹിസ് അസറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലോട്ട് പോകുമ്പോഴേക്കും വളരെ കുറച്ച് എക്സ്പെൻസ് മാത്രമേ കമ്പാരിറ്റീവ്ലി ചിലവാകുന്നുള്ളൂ. സോ നമ്മൾ എന്താണ് നോക്കുന്നത്? റിലേറ്റീവ് സെൻസിലാണ് നോക്കുന്നത്. ഒരിക്കലും അബ്സല്യൂട്ട് സെൻസിൽ കാര്യങ്ങൾ നോക്കരുത്. കമ്പാരിറ്റീവ്ലി, അതായത് കമ്പനിയുടെ പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിക്ക് ചിലവാകുന്ന അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ആ ഒരു കോസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെനാറിയോയിൽ കമ്പനി പ്രോഫിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പനിയുടെ സ്റ്റോക്ക് എക്സ്പെൻസീവ് ആണ് മാർക്കറ്റിൽ. കാരണം നമ്മൾ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഷെയർ ഒക്കെ നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഹൈ പ്രൈസ്ഡ് ആയിരിക്കും അല്ലെ ആ കമ്പനിയുടെ ഷെയറും സ്റ്റോക്കും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ അത്രയും ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കും. കാരണം നമുക്കറിയാം ഈ കമ്പനി നല്ല പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. സോ വി വുൾ ഓൾസോ ബിക്കം ഒപ്റ്റിമിസ്റ്റിക്. നമ്മളും ഭയങ്കരമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമ്മളും ചിന്തിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഓൾറെഡി കമ്പനി പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്, ഒരുപാട് പ്രോഫിറ്റ് ഇങ്ങനെ റീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി. അപ്പൊ നമ്മളിപ്പോൾ ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു വെച്ചാലും വീണ്ടും ഈ കമ്പനി പ്രോഫിറ്റ് ആണ് കമ്പനിക്ക് കിട്ടുന്നത്, അതിനുള്ള ചാൻസ് ആണുള്ളത്. സോ വി വിൽ ബി തിങ്കിങ് ഒപ്റ്റിമിസ്റ്റിക്കലി. നമ്മളും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിയെ നല്ല രീതിയിൽ ആൾക്കാർ വാല്യൂ ചെയ്യാണ്. ഓവർ വാല്യുവേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. കമ്പനിയുടെ സ്റ്റോക്ക് എല്ലാം തന്നെ അതിഭയങ്കരമായിട്ടുള്ള വിലയ്ക്ക് വിറ്റ് പോവുകയും കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് വീണ്ടും കിട്ടുകയും അതിൽ നിന്നും കമ്പനിക്ക് റിലേറ്റീവ്ലി ചീപ്പർ കോസ്റ്റ് മാത്രമേ അവിടെ ചിലവാകുന്നുള്ളൂ. കമ്പനിയുടെ കോസ്റ്റ് വുഡ് ബി ലൈക്ക് റിലേറ്റീവ്ലി ചീപ്പർ. ഇതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ചീപ്പർ ആയിരിക്കും. റിലേറ്റീവ്ലി ആണ്, അബ്സല്യൂട്ട്ലി അല്ല, റിലേറ്റീവ്ലി, കമ്പാരിറ്റീവ്ലി, കമ്പയർഡ് ടു ദ പ്രോഫിറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ക്യൂ വാല്യൂ ലെസർ ദാൻ 1 ആവുമ്പോൾ എന്താ സംഭവിക്കും? ഇതൊരു ലോ ക്യൂ വാല്യൂവിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ലോ ക്യൂ വാല്യൂ ഇത് കാണിക്കുന്നത് കമ്പനിയുടെ സ്റ്റോക്സ് വുഡ് ബി അണ്ടർ വാല്യൂഡ്. കമ്പനിയുടെ സ്റ്റോക്ക് എങ്ങനെയായിരിക്കും? അണ്ടർ വാല്യൂഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ
കമ്പനി മിക്കവാറും ഒരു ലോസിലായിരിക്കും റൺ ചെയ്യുന്നത്. കമ്പനി വുഡ് ബി റണ്ണിങ് ഇൻ ലോസ്. അപ്പൊ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവും റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ഇറ്റ്സ് അസറ്റും കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ റീപ്ലേസിങ് ഇറ്റ്സ് അസറ്റ് അതിലൂടെ ചെലവാകുന്ന കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അഗൈൻ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കൂടുതലായിരിക്കും. മാർക്കറ്റ് വാല്യൂവേഷൻ ലോ ആയിരിക്കും. കമ്പനീസ് അണ്ടർ വാല്യൂഡ്. കാരണം എന്താണ്? കമ്പനീസ് മേക്കിംഗ് ലോസ്. അപ്പോൾ ഒരു ലോസിൽ റൺ ചെയ്യുന്ന കമ്പനിയെ വാങ്ങാനായിട്ട് വേറെ ബിഗ് കമ്പനീസ് ഒക്കെ വരും. അപ്പോൾ ഈ ലോസിൽ റൺ ചെയ്യുന്ന ഈ കൺസേൺ കമ്പനി എന്ത് ചെയ്യുന്നു? ആ കമ്പനീനെ മറ്റ് വലിയ കമ്പനീസിൽ ചേർക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റ് വലിയ കമ്പനീസിന് വിൽക്കും. അപ്പോൾ ഈ ടേക്ക് ഓവർ നടക്കുന്നത് എങ്ങനെയാണ്? ഈ ടേക്ക് ഓവർ നടക്കുമ്പോൾ buyer of this loss making company could acquire this loss making company at a cheaper rate. ഒരു വില കുറഞ്ഞ രീതിയിലായിരിക്കും ഈ ലോസ് മേക്ക് ചെയ്യുന്ന കമ്പനിയെ വിൽക്കപ്പെടുന്നത്, അല്ലെ? ചീപ്പായിട്ടുള്ള ഒരു റേറ്റിലായിരിക്കും ഈ വില കുറഞ്ഞ കമ്പനിയെ വിൽക്കപ്പെടുന്നത്. കാര്യം എന്താണ്? കമ്പനിക്ക് ഒരു ലോ വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. ലോസ് ഉണ്ടാക്കുന്ന കമ്പനി റീപ്ലേസ്മെന്റ് കോസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരുന്ന കമ്പനി. അഗൈൻ ഇൻ റിലേറ്റീവ് സെൻസ് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതൽ പൈസ റീപ്ലേസ്മെന്റ് കോസ്റ്റിന് വേണ്ടി ചെലവഴിക്കുന്ന ഈ കമ്പനി, ഈ ലോസ് മേക്കിംഗ് കമ്പനിയെ വിൽക്കപ്പെടുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ഒരു വിലയിലായിരിക്കും അത് വിൽക്കപ്പെടുന്നത്. ബിക്കോസ് കമ്പനി ഈസ് അണ്ടർ വാല്യൂഡ് ഇൻ ദ സെനാറിയോ. ഒരു ക്യൂ വാല്യൂ ലെസ് ദാൻ 1 വരപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി ചില സമയത്ത് ക്യൂ വാല്യൂ വുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫെയർ വാല്യുവേഷൻ, അല്ലെങ്കിൽ കമ്പനി വുഡ് ബി ഫെയർലി വാല്യൂഡ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ഇവിടെ വരേണ്ടത്. അതായത് ഇവിടെ നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവും അതേപോലെ തന്നെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ്, ഈ രണ്ട് കാര്യങ്ങളല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഇവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർ തമ്മിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഇവർ തമ്മിൽ സെയിം ആകാനുള്ള ചാൻസ് ഉണ്ട്. തമ്മിൽ അപ്രോക്സിമേറ്റ്ലി സെയിം ആവും, എക്സാക്ട്ലി സെയിം ആവുകയല്ല, അപ്രോക്സിമേറ്റ്ലി ഇവർ ഈക്വൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ലൈക്ക് നെയ്തർ ഓവർ വാല്യൂഡ് നോർ അണ്ടർ വാല്യൂഡ്. ഓവർ വാല്യൂഷനും അല്ല, അണ്ടർ വാല്യൂഷനും അല്ല. ഇൻസ്റ്റെഡ് ദിസ് വുഡ് ബി എ ഫെയർ വാല്യൂഷൻ, ഫെയർലി വാല്യൂഡ് ആയിരിക്കും. അപ്പോൾ കമ്പനിയുടെ അസറ്റ്സ് വുഡ് ബി ഫെയർലി വാല്യൂഡ്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ നമ്മൾ നോക്കുന്നുണ്ട്, കമ്പനിയുടെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് അസറ്റ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി ഒരു ലൈക്ക് ആൾക്കാരോട് ചോദിക്കുകയാണ് ഈ കമ്പനിയെ പറ്റിയിട്ടുള്ള പെർസെപ്ഷൻ എന്താണ്? ഓക്കെ, അപ്പം നമ്മൾ പറയും ഓക്കെ ഈ കമ്പനി അധികം ലോസും ഇല്ല, അധികം പ്രോഫിറ്റും ഇല്ല, ഇതങ്ങനെ അങ്ങ് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ദാറ്റ് ഈസ് ദ സെനാരിയോ ഹിയർ. അപ്പോൾ ഈ ടോപ്പ് ആൻഡ് സ്ക്യൂ റേഷ്യോ പഠിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടോപ്പ് ആൻഡ് സ്ക്യൂ റേഷ്യോ? ഡെഫിനറ്റ്ലി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ ഒരുപാട് സഹായിക്കും ഈ ടോപ്പ് ആൻഡ് സ്ക്യൂ റേഷ്യോ. കാരണം ഒരു ഹൈ ടോപ്പ് ആൻഡ് സ്ക്യൂ റേഷ്യോ ഉള്ള ഒരു കമ്പനി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് കമ്പനി എന്താണ്, കമ്പനിയുടെ പ്രസന്റ് അവസ്ഥ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഒരുപാട് പ്രോഫിറ്റബിൾ ആയിട്ടാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിക്ക് ഇനിയും എക്സ്പാൻഷനറി ആക്ടിവിറ്റീസിലോട്ട് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ദ കമ്പനി വിൽ ബി ഇൻവെസ്റ്റിംഗ് ഇൻ ന്യൂ ക്യാപിറ്റൽ. പുതിയ ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം എന്താണ്? കമ്പനി ഈസ് റണ്ണിങ് പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനി പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് ചെലവാകുന്ന കോസ്റ്റ് വുഡ് ബി വെരി ലോ. കമ്പനിയുടെ ആക്ച്വൽ ഇഫക്റ്റീവ് കോസ്റ്റ് വുഡ് ബി വെരി ലോ. കമ്പാരിറ്റീവ്ലി കമ്പനിക്ക് ചെലവാകുന്ന കോസ്റ്റ് കുറവാണ്. കാരണം അത്രയും പ്രോഫിറ്റ് കമ്പനിക്ക് കിട്ടുന്നതുകൊണ്ട് ആ കിട്ടുന്ന പ്രോഫിറ്റിന്റെ തുച്ഛമായ ഒരു ഭാഗം മാത്രം എടുത്ത് എന്ത് ചെയ്താൽ മതി? കമ്പനിയുടെ റീപ്ലേസ്മെന്റ് കോസ്റ്റിന് വേണ്ടിയിട്ട്, അതിന്റെ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ്. ഇനി അടുത്തത് ദിസ് വുഡ് ബി എ മാക്രോ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ. കാരണം ഈ ടോപ്പ് ആൻഡ് സ്ക്യൂ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫേമിന്റെ കേസിൽ മാത്രമല്ല പറയാൻ പറ്റുന്നത്. യു ക്യാൻ കൺസിഡർ ഇറ്റ് ഫോർ ദ എൻറ്റയർ മാർക്കറ്റ്. ഒരു മാർക്കറ്റിന്റെ ഫംഗ്ഷനിങ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഒരു മാർക്കറ്റിന്റെ ലോങ് ടേം ഫംഗ്ഷനിങ്ങിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു ലോങ് ടേം പെർഫോമൻസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നമുക്ക് ഈ ടോപ്പ് ആൻഡ് സ്ക്യൂ തരുന്നുണ്ട്. അപ്പോൾ
അതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോപ്പ് ആൻഡ് സ്ക്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെക്ടർ എടുത്തിട്ട് മാർക്കറ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാം ഈ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമുക്കും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളെല്ലാവരും തന്നെ വി ഓൾ ആർ ലൈക്ക് ഗോയിങ് ആഫ്റ്റർ പ്രോഫിറ്റ്. എല്ലാവർക്കും പ്രോഫിറ്റ് ആണ് വേണ്ടത്. ബിക്കോസ് വി ഓൾ ആർ റാഷണൽ അല്ലെ. നമുക്ക് പ്രോഫിറ്റ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയാണോ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയ, ആ ഏരിയയിൽ പോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടം. സോ ക്യൂ വാല്യൂ കൂടുതലുള്ളൊരു സെക്ടർ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അങ്ങനെ, വേറെ ഏതെങ്കിലും സെക്ടർ ആണെങ്കിൽ അങ്ങനെ, അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമുക്ക് താല്പര്യം. സോ അപ്പം നമ്മൾ ആദ്യം ക്യൂ വാല്യൂ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് ക്യൂ വാല്യൂ കൂടുതലാണെന്ന് കണ്ടാൽ മാത്രം അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ലോസ് മേക്കിംഗ് സെക്ടർ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ക്യൂ വാല്യൂ കുറവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വി വോണ്ട് ബി ഇൻവെസ്റ്റിംഗ് ദെയർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ടോപ്പ് ആൻഡ് സ്ക്യൂവിനെ പറ്റിയിട്ടാണ്. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിന് ഒരുപാട് പ്രോബ്ലംസും ഉണ്ട്, ഒരുപാട് ക്രിറ്റിസിസംസും ഉണ്ട്. അതിൻ്റെ മേജർ ക്രിറ്റിസിസംസ് ഇതാണ്. അതായത് നമ്മൾ റീപ്ലേസ്മെന്റ് കോസ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു അസറ്റ് ഒരു കമ്പനിയിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ ചിലവാകുന്ന കോസ്റ്റ് സാധാരണഗതിയിൽ എന്താണ്, ഇതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ ഇത് നമ്മൾ എഴുതി വെക്കും, ഇത്തരം പൈസ ചിലവായിട്ടുണ്ട്. കാരണം നമ്മുടെ കമ്പനിയുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസും കമ്പനിയുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതി വെക്കുമല്ലോ. സോ ദിസ് വുഡ് ബി ലൈക്ക് റെക്കോർഡ്. പക്ഷേ ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതെന്താണ്? അപ്പോൾ ചില മെഷീനറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ അസറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, നമ്മുടെ കമ്പനി അസറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കമ്പനി ഓണെന്ന ഒരുപാട് സെന്റിമെന്റ്സ് ഉണ്ടാകും. ഒരു പെർട്ടിക്കുലർ മിഷനറി ഇന്ന ആൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, അപ്പോൾ ആ ആളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ മിഷനറിയോടും എനിക്ക് അത്രയും ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ മിഷനറി ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മോട്ടോർ കംപ്ലൈന്റ് ആയി, ഇനി അത് കംപ്ലീറ്റ് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ വരുമ്പോൾ വി മൈറ്റ് ബി റീപ്ലേസിങ് ദാറ്റ് മിഷനറി, അല്ലെ നമുക്കത് റീപ്ലേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമുക്കത് ഭയങ്കര വിഷമമാണ്. ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ മിഷൻ, അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദെയർ വുഡ് ബി സംതിങ് കോൾഡ് ആൻ ഇമോഷണൽ കോസ്റ്റ് കമ്മിങ്. ഇമോഷണൽ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ വരുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ എന്താ സംഭവിക്കുക, ഈ ചില സമയത്ത് നമ്മുടെ കമ്പനി ഓണർ ഈ മിഷൻ മാറ്റി വെച്ചാലേ ഇനി പ്രൊഡക്ഷൻ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ മിഷൻ മാറ്റി വെച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇദ്ദേഹം ഒരുപാട് ഓടി നടന്ന് കഷ്ടപ്പെട്ടായിരിക്കും പൈസയൊക്കെ റെഡിയാക്കി പുതിയൊരു മിഷൻ മാറ്റി ഈ മിഷനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴും ഇദ്ദേഹം നടത്തിയ കഷ്ടപ്പാട് അതും ഒരു കോസ്റ്റ് ആണല്ലോ. അവിടെ ഒരുപാട് എഫേർട്ട് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ലേബർ എഫേർട്ട് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ടൈമിന്റെ സെൻസിൽ എഫേർട്ട് വരുന്നുണ്ട്. അത്രയും സമയം ഇതിനു വേണ്ടി പൈസ വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി ഈ പുതിയ മിഷൻ വാങ്ങിച്ച് പഴയതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു കഷ്ടപ്പാട്, അതൊന്നും തന്നെ നമുക്ക് ഈ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ദീസ് തിങ്സ് ആർ നോട്ട് അറ്റ് ഓൾ ഡയറക്ട്ലി ക്യാപ്ചേർഡ് ഇൻ കമ്പനീസ് റെക്കോർഡ്സ് അല്ലെ. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ പ്രാക്ടിക്കൽ സെൻസിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരാമല്ലോ, പക്ഷെ അതൊന്നും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദീസ് ആർ സർട്ടൻ ഷോർട്ട് കമ്മിങ്സ് വിച്ച് വിൽ ബി കമ്മിങ് വെൻ ഇറ്റ് കംസ് ടു ടോബ് ആൻഡ് സ്ക്യൂ റേഷ്യോ. അതർവൈസ് ഇത് നല്ലൊരു ഒരു കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ സംബന്ധിച്ചും, കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ സംബന്ധിച്ചും, കമ്പനിയുടെ വാല്യൂഷനെ സംബന്ധിച്ചും ഒക്കെ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ് എന്നിവയൊക്കെ കിട്ടും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ബി പ്രൊവൈഡിങ് ദ ലിങ്ക് ഓഫ് ദ സെയിം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇനി നമുക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെയും ജോയിൻ ചെയ്ത് ഡിസ്കഷൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദാറ്റ് ഇസ് ഇറ്റ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ഫോർ മോർ സച്ച് കോണ്ടന്റ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.